എല്ലാവരും സ്കൂൾ തുറക്കണ ഒരാഴ്ച മുമ്പെങ്കിലും ഈ വക കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ചിരിക്കും കേട്ടോ. പക്ഷെ ഞാനൊരു 2 ദിവസം മുമ്പാണ് കേട്ടോ നമ്മുടെ ഈ ബുക്ക് പൊതിയലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഈ ഒരു ചെറിയൊരു തുരപ്പനുണ്ട്. അതിനെ പേടിച്ചിട്ടാണേ. ആള് ഭയങ്കര സീനാണ്. എന്തെടുത്താലും അതിനെ പിടിച്ച് വലിച്ച് കളയും ട്ടോ. വികൃതി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വികൃതിയാണ്. ബുക്ക് പൊതിയാൻ തുടങ്ങുമ്പോൾ തന്നെ ആൾ തുടങ്ങിയിട്ട് ആളുടെ കലാപരിപാടികൾ പിടിച്ചു വലിക്കലും കാര്യങ്ങളും മാത്രമല്ല, കാണുന്നതിലെല്ലാം വരച്ചു കൂട്ടലാണേ. നമ്മൾ കളർ പെൻസിലും കിട്ടുന്നതെല്ലാം എടുത്ത് ചുമരിലൊക്കെ വരച്ചിട്ട് ചുമരൊക്കെ ഒരു വിധമാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇത് ഇവളുടെ ബുക്കാണ് കേട്ടോ. ബുക്കൊക്കെ എടുത്തിട്ട് വരച്ചു കൂട്ടി ആൾ കുറച്ച് നേരം ഒന്നിനും സമ്മതിച്ചില്ല. പിന്നെ ഒരുവിധം പെൻസിലും ഒരു റഫ് നോട്ടൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ഒതുക്കിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളെ കണ്ട് അനുകരിക്കുന്നത് കണ്ടത്. ഞാൻ പൊതിയുന്ന പോലെ ബുക്കൊക്കെ എടുത്ത് പൊതിയാണ്. ഒരെണ്ണം ഒന്ന് കീറിച്ച് കളഞ്ഞേ, നമ്മൾ ചട്ടയിടുന്ന ആ സാധനം ഒന്ന് കീറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ആശാത്തി ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ എങ്ങനെയൊക്കെയോ ബുക്കൊക്കെ പൊതിയലൊക്കെ അവസാനിപ്പിച്ചതാണ് കേട്ടോ. ആളിപ്പം തന്നെ ഇങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇനി ട്യൂഷനൊക്കെ ഏൽപ്പിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷം വരെ ഞാനായിരുന്നു കേട്ടോ അവളുടെ ട്യൂഷൻ ടീച്ചർ. പക്ഷേ ഇത്തവണ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ പഠിപ്പിക്കാൻ അയക്കുന്നില്ല, ഒന്നും അയക്കുന്നില്ല. അവൾ ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു പെൻസിലെടുത്ത് ഓടിച്ചെന്ന് വരച്ചു കൂട്ടാണ് കേട്ടോ. എന്തായാലും എൻ്റെ ബുക്ക് പൊതിയലൊക്കെ കഴിഞ്ഞു കേട്ടോ.